ബലിപ്പെരുന്നാൾ ദിനമായ ഇന്ന് മണ്ഡലത്തിലെ വിവിധ പള്ളികളിൽ എത്തി വോട്ടർമാരെ നേരിൽ കാണുകയാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥി പി വി അൻവർ. LDF സ്ഥാനാർത്ഥി എം സ്വരാജിനായി മുഖ്യമന്ത്രി പിണറായി വിജയൻ എത്തുന്നതിൽ എനിക്ക് ആശങ്കയില്ല. തനിക്കെതിരെ എന്തെങ്കിലും പറഞ്ഞാൽ ഉടനടി തന്നെ മറുപടി കൊടുക്കുമെന്നും പി വി അൻവർ. നിലമ്പൂരിൽ നിന്ന് സുഹൈൽ മുഹമ്മദിന്റെ റിപ്പോർട്ട്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥി പി വി അൻവർ 24 ചേരുകയാണ്. പെരുന്നാൾ ദിനമാണ്. ഇപ്പൊ ഇന്ന് കുറച്ചുകൂടി എളുപ്പമാണ് കാര്യങ്ങൾ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകളെല്ലാം പെട്ടെന്ന് ഒരു കൂട്ടമുണ്ടാകുന്നതാണ്. ഈ ദിവസം എങ്ങനെയാണ് പ്രചാരണം കൊണ്ടുപോകാൻ ഇതേപോലെ കുടുംബങ്ങള്, വലിയ കുടുംബങ്ങള് വൈകുന്നേരമൊക്കെ ആകുമ്പോഴേക്കും അങ്ങാടികളൊക്കെ ആളുകൾ, ഗ്രാമങ്ങളല്ലേ, സൊറ പറയാനും ഇറങ്ങും. അപ്പോൾ പോക്കറ്റുകളിലൊക്കെ പോവുക, സുഖല്ലേ, അവരെ കാണാം, അത്രേ ഉള്ളൂ ഇന്നത്തെ ദിവസം. ഈ തെരഞ്ഞെടുപ്പിനിടയിലെ പെരുന്നാൾ ജീവിതത്തിൽ ആദ്യമായിട്ടല്ലേ, അപ്പോൾ ചെറിയ ടെൻഷൻ ഉണ്ടാവും, കരകയറുമില്ലേ, അതിന്റെ ഒപ്പം എന്താ പറയുക, ഈ പെരുന്നാളിന്റെ ഒരു ഫെസ്റ്റ് ആഘോഷം ഉണ്ടാവും. എങ്ങനെയാണ് ഈ ഒരു പെരുന്നാളും തെരഞ്ഞെടുപ്പും കൂടെ? എന്തിനു ടെൻഷൻ അടിക്കുന്നത്? ഇല്ല, ഒട്ടുമില്ല. എനിക്ക് ഒരു ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ജനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയം അത് ജനങ്ങൾ തീരുമാനിക്കൂലേ. ഈ സാമ്പത്തിക പ്രതിസന്ധി ക്രൗഡ് ഫണ്ടിംഗ് ഒക്കെ ആവശ്യപ്പെട്ടിരുന്നു. നല്ല റെസ്പോൺസ് ഉണ്ടോ? പൈസയൊക്കെ അതൊക്കെ അതിന്റെ വഴിക്ക് നടക്കുന്നുണ്ട്. ഈ 13-ാം തീയതി മുഖ്യമന്ത്രി വീണ്ടും പ്രചാരണത്തിലെത്തുകയാണ്. തുടക്കത്തിൽ ചതി എന്നൊക്കെ പറഞ്ഞ് തുടങ്ങണം. അപ്പം വരുന്ന ദിവസം ഇങ്ങനെ പല വാക്കുകളും പ്രതീക്ഷിക്കേണ്ടിയിരിക്കുന്നു. അപ്പൊ എന്താണ് പി വി അൻവറിന്റെ സ്ട്രാറ്റജി? ആൾക്കാരൊക്കെ എത്തോ? പി വി അൻവർ തന്നെയാണോ പി വി അൻവറിന്റെ സ്റ്റാർ ക്യാമ്പയിൻ? തീർച്ചയായിട്ടും എന്റെ സ്റ്റാർ ക്യാമ്പയിനേഴ്സ് ഇവിടുത്തെ സാധാരണക്കാരായ വഴിയോര കച്ചവടക്കാരും, മീൻ കച്ചവടക്കാരും, എന്താ പറയാ, ചുമട്ട് തൊഴിലാളികൾ, ഓട്ടോറിക്ഷക്കാരും, ഇവിടുത്തെ മണൽ തൊഴിലാളികളൊക്കെയാണ് എന്റെ ക്യാമ്പയിനേഴ്സ്. അല്ലാതെ പ്രത്യേകിച്ച് വേറെ ക്യാമ്പയിനേഴ്സ് ഒന്നും ചെയ്യുന്ന ആവശ്യമില്ല. പിണറായി വിജയൻ മണ്ഡലത്തിലെത്തുന്നതിൽ ഒരു എന്തെങ്കിലും അതിലെന്താണ് ഒരു പ്രതികരണം? അതായത് അദ്ദേഹം പറയുമ്പോൾ നമുക്ക് അപ്പം നോക്കാം. അദ്ദേഹം വരും എന്ന് വിചാരിച്ചിട്ട് നമ്മളിപ്പോഴേ തയ്യാറായി, അങ്ങനത്തെ കാര്യമൊന്നുമില്ലല്ലോ. നത്തിങ് എൽസ്. നാളെ മുതൽ പരസ്യപ്രചാരണം പൊതുയോഗമായിട്ട് കുറച്ചുകൂടി സജീവം. എന്തായാലും വരും ദിവസങ്ങളിൽ പരസ്യപ്രചാരണം പൊതുയോഗങ്ങൾക്കായിട്ട് ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കോതയിൽ കൂടുതൽ സജീവമാകാനാണ് പി വി അൻവറിന്റെ തീരുമാനം. സുഹൈൽ മുഹമ്മദ്, 24 നിലമ്പൂർ.